ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല എന്നാണ് ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ താക്കീതുകളിലൊന്ന്. സിന്ധു നദീ കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് സിന്ധു നദീ കരാർ? ഈ കരാർ മരവിപ്പിച്ച നടപടി പാകിസ്ഥാനെ ഏത് തരത്തിലായിരിക്കും പ്രതിസന്ധിയിലാക്കുക നോക്കാം. 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീ കരാർ ഒപ്പിട്ടത്. ലോകബാങ്കിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കരാർ ഒപ്പിട്ടത്. കരാർ പ്രകാരം ഝേലം, സിന്ധു, ചെനാബ് തുടങ്ങിയ നദികളിലെ ജലം പാകിസ്ഥാന് ലഭിക്കും. രവി, സത്ലജ്, ബിയാസ് തുടങ്ങിയ നദികളിലെ വെള്ളമാണ് ഇന്ത്യക്ക് ലഭിക്കുക. 70% ജലവും ലഭിക്കുന്ന പാകിസ്ഥാനായിരുന്നു ഈ കരാർ ഏറെ ഗുണം ചെയ്തിരുന്നത്. സിന്ധു നദീ കരാർ മരവിപ്പിച്ച നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോയാൽ പാകിസ്ഥാനിലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകുക. പാകിസ്ഥാനിലെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ജലത്തിൻ്റെ 70% ലഭിക്കുന്നത് സിന്ധു, ചെനാബ്, ഝേലം തുടങ്ങിയ നദികളിൽ നിന്നാണ്. ഈ വെള്ളം ലഭിക്കാതെ വന്നാൽ പാകിസ്ഥാനിലെ അരി, ഗോതമ്പ്, പരുത്തി കൃഷികളെ അത് കാര്യമായി തന്നെ ബാധിക്കും. ഈ മേഖലകളിലെ കർഷകർക്ക് വലിയ ദുരിതമാകും ഉണ്ടാകുക. ഫലത്തിൽ പാകിസ്ഥാനിൽ ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളെയും ഇന്ത്യയുടെ തീരുമാനം സാരമായി ബാധിക്കും. ആ രാജ്യത്തിന് ആവശ്യമായി വരുന്ന വൈദ്യുതിയുടെ 30% ഉൽപ്പാദിപ്പിക്കുന്നത് 2 പദ്ധതികളിൽ നിന്നാണ്. താൽബാറിലെയും മംഗളയിലെയും ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന്. ഈ പദ്ധതികൾക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന ജലത്തിൽ നിന്നാണ്. ഈ ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും വൈദ്യുതിയുടെ ഉൽപ്പാദനം കുറയും. ഫലത്തിൽ ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് തുടങ്ങിയ പാകിസ്ഥാനിലെ പല പട്ടണങ്ങളിലും വൈദ്യുതി ബന്ധം കാര്യമായ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാകിസ്ഥാനിലെ ജലസേചന പദ്ധതികൾക്കും ഝേലം, സിന്ധു, ചെനാബ് തുടങ്ങിയ നദികളിലെ ജലം ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 നദികളിലെയും ജലത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞാൽ പാകിസ്ഥാനിലെ പല പട്ടണങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാവും. പ്രത്യേകിച്ച് ലാഹോർ, കറാച്ചി തുടങ്ങിയ മേഖലകളിൽ. ചുരുക്കി പറഞ്ഞാൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോയാൽ അതിന് ആ രാജ്യം നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. ചെനാബിൻ്റെ തീരത്ത് നിന്നും ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.